വെൽക്കം ബാക്ക് ടു ദി ഡിവൈൻ മെർസി ടേബിൾ ടോക്സ്. വളരെ മനോഹരമായ ഒരു സന്ദേശം, വളരെ സുപ്രധാനമായ ഒരു സന്ദേശമാണ് ഇത് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറി 570 മെസ്സേജിൽ നമ്മുടെ കർത്താവ് വിശുദ്ധ ഫൗസ്റ്റീനായോട് തൻ്റെ വലിയൊരു ആഗ്രഹം അറിയിക്കുകയാണ്. ഞാൻ വലിയ ആഗ്രഹത്തോടെ കൊതിച്ചു കാത്തിരിക്കുകയാണ്. അങ്ങനെയാണ് കർത്താവ് പറയുക, എപ്പോഴാണ് നിന്റെ ഭവനത്തിൽ എനിക്ക് ഔദ്യോഗികമായി വസിക്കാൻ സാധിക്കുക? ദൈവകരുണയുടെ ഛായാചിത്രം സ്ഥാപിക്കുന്നതിനെ കുറിച്ചാണ് കർത്താവോട് പറയുന്നത് എന്ന് വിശുദ്ധ ഫൗസ്റ്റീന എഴുതി വച്ചിരിക്കുകയാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പലപ്പോഴും ഈശോയുടെയും മാതാവിൻ്റെയും വിശുദ്ധരുടെയൊക്കെ അനേകം ചിത്രങ്ങളുടെയും രൂപങ്ങളുടെയും ഒക്കെ നടുവിലാണ്, പലപ്പോഴും അവയുടെ ഇടയിലാണ് ദൈവകരുണയുടെ ചിത്രം നമ്മൾ വെക്കാറ്. എന്നാൽ ദൈവകരുണയുടെ ഛായാചിത്രം നൽകപ്പെട്ടിരിക്കുന്നത് വണങ്ങപ്പെടുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ ദൈവകരുണയുടെ ചിത്രത്തെ നമ്മൾ ഒഫീഷ്യലായിട്ട് ഔദ്യോഗികമായി പ്രതിഷ്ഠിക്കണം എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു സ്ഥലത്ത് ഏറ്റവും ആദരവോടുകൂടെ ഏറ്റവും ബഹുമാനത്തോടുകൂടെ ദൈവകരുണയുടെ ചിത്രത്തെ അലങ്കരിച്ച് നമ്മൾ സ്ഥാപിക്കണം. കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട്, ദിസ് ഈസ് ദ എറ ഓഫ് മേഴ്സി. ഇത് കരുണയുടെ യുഗമാണ്. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേൽ ഒഴുകിയിറങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കരുണയുടെ ഉറവയിൽ നിന്ന് കൃപകൾ സ്വീകരിക്കാൻ ആത്മാക്കൾ സമീപിക്കേണ്ട പാത്രമാണ് ദൈവ കരുണയുടെ ചിത്രമെന്ന് വിശുദ്ധ ഫൗസ്റ്റീനായോട് നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവ കരുണയുടെ ഛായാചിത്രം നമ്മുടെ കുടുംബങ്ങളിൽ, എല്ലാ കുടുംബങ്ങളിലും ഔദ്യോഗികമായി സ്ഥാപിക്കപ്പെടണം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഓരോ കുടുംബത്തിലും ദൈവ കരുണയുടെ ഒരൾത്താരയുണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ കർത്താവിൻ്റെ കരുണയുടെ ഒരൾത്താര നമ്മൾ സ്ഥാപിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭവനത്തിൽ കരുണയുടെ അൾത്താര സ്ഥാപിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരുണയെ നമ്മൾ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ 3 വാഗ്ദാനങ്ങൾ കർത്താവ് നമ്മുടെ മുമ്പിൽ വെക്കുകയാണ്. 1, എൻ്റെ ചൈതന്യം അപ്പോൾ ആ ഭവനത്തിൽ വസിക്കും. 2, ആ പ്രദേശത്ത് മുഴുവൻ വളരെ പ്രത്യേകമായി ഞാൻ അനുഗ്രഹിക്കും. 3, എൻ്റെ പിതാവിൻ്റെ നീതിക്ക് അനുയോജ്യമായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ശിക്ഷകൾ നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ തടഞ്ഞു നിർത്തും. ഈ 3 വാഗ്ദാനങ്ങളെക്കുറിച്ച് അടുത്തൊരു വീഡിയോയിൽ പങ്കുവയ്ക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും.